അവിഹിതം രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. ഭയം പരിഭ്രമത്തിലേക്കും പരിഭ്രമം പേടിയിലേക്കും പേടി പിന്നെ എപ്പോഴാണ് സങ്കടമായതൊന്നും അറിയാതെ അവന്റെ കൈക്കുള്ളിരുന്ന് ഒരുവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചുംബന തീവ്രതയിൽ കണ്ണുനീരിന്റെ ഉപ്പ് കലർന്ന നിമിഷം ആദി അവളിൽ നിന്നും പിടിവിട്ടു. ആ നിമിഷം ചെയ്തതെന്താണെന്ന് ആലോചിച്ച് ആദിയും ഒന്ന് പകച്ചു. തന്റെ മുഖത്തേക്ക് നോക്കി നിന്നവൾ അടുത്ത സെക്കൻഡ് പിന്നിലേക്ക് തിരിഞ്ഞോടി. കരഞ്ഞുകൊണ്ട് അവൾ ഓടിപ്പോകുന്ന കണ്ടപ്പോഴാണ് ചെയ്തു പോയതിനെപ്പറ്റി ആദിക്കും ഓർമ്മ വരുന്നത്. അവൾ ഓടി കാവ് കടക്കുന്നതിന് മുന്നേ തന്നെ ആദി പോയി പിടിച്ചു നിർത്തി. ശ്രീ, എടി വീടാദ്യേട്ടാ, എനിക്ക് പോകണം. അവന്റെ ബലിഷ്ഠമായ കൈക്കുള്ളിൽ നിന്നും സ്വന്തം കൈ വിടർത്താൻ പറ്റാതെ അവൾ തിരിഞ്ഞും മറിഞ്ഞും പറഞ്ഞു. നീ പൊക്കോ, പക്ഷെ ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയാൽ മതി. എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ പോകുക. ഈ കൈയൊന്ന് വിട്ടു തന്നാൽ മാത്രം മതി. മൂക്കം പിഴിഞ്ഞ് കണ്ണും തുടച്ചവൾ ഏങ്ങിപ്പോയി. അത് കണ്ടതും ആദിക്കും സങ്കടമായി. അങ്ങനെ പോകാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ നിന്നെ പിടിച്ചു നിർത്തില്ലെങ്കിലോ? അതിന് എനിക്കിവിടെ നിന്നും പോകാൻ ആദ്യന്റെ സമ്മതം വേണ്ടെങ്കിലോ? കൈ കുടഞ്ഞെറിഞ്ഞ് അവളും വീറുകാട്ടി. ആ പറഞ്ഞ സത്യമാണ്. അല്ലെങ്കിലും നിനക്കെന്തിനാ എന്റെ സമ്മതം? ആദിയുടെ സ്വരം നേർത്തു. എന്നെ കയറി പ്രേമിക്കാൻ നീ എന്റെ സമ്മതം ചോദിച്ചില്ല. എനിക്ക് വേണ്ടി വ്രതമെടുക്കാൻ നീ എന്റെ സമ്മതം ചോദിച്ചില്ല. എനിക്ക് വേണ്ടി നിന്റെ കള്ളകൃഷ്ണനെ വെണ്ണയൂട്ടാൻ നീ എന്റെ സമ്മതം ചോദിച്ചില്ല. ആരും അറിയാതെ എന്റെ മുറിയിൽ നിന്നും എന്റെ ഫോട്ടോ എടുത്തു കൊണ്ടുപോവാൻ നീ ആരുടെയും സമ്മതം ചോദിച്ചില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിനക്ക് എന്റെ സമ്മതം ശരിക്കും ആവശ്യമില്ല. സത്യമാണ്. ദേവിയുടെ തല ഭൂമിയോളം കുനിഞ്ഞുപോയി. അല്ലിൽ തന്നെ എന്തിന്റെ പേരിൽ വാശി പിടിക്കും? എന്തിന്റെ പേരിൽ ദേഷ്യം കാണിക്കും? ഇപ്പോ അവൻ പറഞ്ഞ ഓരോ വാക്കും സത്യമല്ലേ? ആകെ നാണക്കേടും സങ്കടവും. അവളുടെ കണ്ണ് പിന്നെയും നിറഞ്ഞൊഴുകി. എന്താടി, നിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയോ? കുറച്ചു മുന്നേ ഇതൊന്നും ആയിരുന്നില്ലല്ലോ നിന്റെ തുള്ളൽ. ജയിക്കാൻ കിട്ടിയ പിടിവള്ളി പോലെ അവന്റെ സ്വരം ഉയർന്നു. അത് പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും തിരിച്ചു പറയാൻ മറുപടിയൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് അവൾ അതേ നിൽപ്പ് പിന്നെയും തുടർന്നു. അല്പം കഴിഞ്ഞതും തിരിഞ്ഞു നടന്നു. അല്ലിൽ തന്നെ ഈ ചോദിക്കുന്നതൊക്കെ ശരിയല്ലേ? ആണെന്ന് ആൾക്കും അറിയാം, പിന്നെ ഈ തനിക്കും. അപ്പോ പിന്നീടൊരു അവിടെ അവകാശ തർക്കത്തിന് ഇടമില്ലല്ലോ. ഇനിയിപ്പൊ അതും പോട്ടേന്ന് വെച്ചാലും ആ ഫോട്ടോ മോഷ്ടിച്ചതിന് എന്നാ ന്യായം പറയും? അല്ലേ തന്നെ എന്ത് ന്യായം പറഞ്ഞാലാണ് ഒക്കുക? ചോദ്യങ്ങളുടെ ഒരു അക്ഷരമാല തന്നെ ഒന്നിനെ തൊട്ട് പിന്നാലെ അവളിൽ വന്നുകൊണ്ടിരുന്നു. പക്ഷേ അതിനെങ്ങനെയാണോ ചെയ്യേണ്ടത്? മനസ്സിലേക്ക് അവന്റെ ചുംബനം തള്ളിക്കേറി വന്നു. അതും അനുവാദം പോലും ചോദിക്കാതെ. തന്നോടുള്ള വാശിയും ദേഷ്യവും കാണിക്കാൻ വേണ്ടി. അതിന് ഇങ്ങനെ ഒരു വഴി. കണ്ണുകൾ പിന്നെയും നിറഞ്ഞൊഴുകി. അവൾ പിന്നെയും പിന്നെയും ചുണ്ടമർത്തി അമർത്തി തുടച്ചു. അവന്റെ മണം മൂക്കിൻ തുമ്പിൽ വന്ന് തട്ടി നിൽക്കും പോലെ. കണ്ണുനീര് തൊട്ടുപോയതും ചുണ്ടു നീറി. മുറിഞ്ഞിട്ടുണ്ട്. സങ്കടം പിന്നെയും ഉച്ചസ്ഥായിലായി. ഇതൊരു നടക്ക് പോകില്ല. അത്രയും നേരം അവളെ നോക്കിയിരുന്നിട്ട് പെണ്ണ് തന്നെ നോക്കുന്നതല്ലാതെ പിന്നെയും കരയുന്ന കണ്ടതും ആദിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. എടി, കുറെ നേരമായല്ലോ നിന്റെ വാട്ടർ സപ്ലൈ തുടങ്ങിയിട്ട്. എന്താ ഇനിയും നിർത്താറായില്ലേ? വീടാദ്യേട്ടാ, എനിക്ക് നോവുന്നുണ്ട്. നോവട്ടെ, പിന്നെ ശീലമായിക്കോളും. ദേവി അവനെ ഒന്ന് ദഹിപ്പിച്ചു നോക്കി. കണ്ണും തള്ളിപ്പിടിച്ച് നോക്കാതിരി ചെമ്മീൻ കണ്ണി. ഞാൻ ചെമ്മീൻ കണ്ണിയൊന്നുമല്ല. അവളുടെ മുഖം ഉരുണ്ടു. ഉവ്വ, നീയേ നല്ല ഒന്നാന്തരം ചെമ്മീൻ കണ്ണിയാ. മുഖവും കണ്ണും ചോപ്പിച്ചോണ്ട് നടക്കുന്ന നല്ല ഉഗ്രൻ ചെമ്മീൻ കണ്ണി. അവളെ ഓരോ വാക്കിലും എരിവ് കയറ്റി കളിയാക്കുമ്പോഴും ആ കൈ വിട്ടില്ലാതി. എത്രയൊക്കെ പിടിച്ചു വലിച്ചിട്ടും കിട്ടാത്ത കൈയും നോക്കി ദേവിയും നിന്നു. അതെ, ഒരു കാര്യം പറയാനുണ്ട് എനിക്ക്. അത് നീ സ്വസ്ഥമായി കേട്ടാൽ ഇപ്പോ തന്നെ നിന്നെ ഞാൻ പറഞ്ഞു വീട്ടിൽ വിടും. അതല്ല മൊട കാണിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഈ കൈയും പിടിച്ച് അർദ്ധരാത്രി വരെ ഇവിടെ നിൽക്കാൻ എനിക്കൊരു മടിയുമില്ല. അറിയാലോ നിനക്കെന്നെ. വാശി കയറ്റിയാൽ ഏതറ്റം വരെ പോകാനും എനിക്കൊരു മടിയില്ലെന്ന് നിനക്കറിയാം. അതുകൊണ്ട് പൊന്നുമോള് വേഗം തീരുമാനിച്ചോ. കാര്യം കേട്ടിട്ട് പെട്ടെന്ന് വീട്ടിൽ പോണോ അതോ അർദ്ധരാത്രിയിലും ഈ കുഞ്ഞിക്കാവിൽ എന്റെ ഒപ്പം താമസിക്കണോ എന്ന്? വീട്ടിൽ പോവണം. കൈ ഒന്ന് തിരിച്ചു പിടിച്ചുകൊണ്ട് അവൾ പതിയെ പറഞ്ഞു. പോകാം, പക്ഷെ ഞാൻ പറയുന്നത് കേട്ടിട്ട്. ശ്രീ, കൂടുതൽ വളച്ചുകെട്ടില്ലാതെ പറയാം. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഏ, എന്താ? ഇങ്ങനെ നിന്ന് മിഴിക്കല്ലേ പെണ്ണെ. കണ്ട് രണ്ടും ഇപ്പോ ഉരുണ്ട് താഴെ വീഴും. കളിയാക്കുക അല്ലേ? അവള് ചെണ്ട് പിന്നെയും കൂർപ്പിച്ചു. കളിയാക്കാനോ? എന്തിന്? അവന്റെ കണ്ണ് മിഴിഞ്ഞുപോയി. എനിക്കറിയാം എന്നെ കളിയാക്കുകയാണെന്ന്. നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകൾ ഇപ്പോൾ പഴയതിലും കഷ്ടമായി ഒഴുകി തുടങ്ങി. ശ്രീ, എടി മോളെ, പ്ലീസ് കരയല്ലേ. ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞ് ആദ്യമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി വന്നിട്ടില്ലല്ലോ. പിന്നെന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ? സത്യം ശ്രീ, തേനിക്കല്ല നിന്റെ കൃഷ്ണനാണ് സത്യം. എനിക്ക് നിന്നോട് ശരിക്കും ഇഷ്ടമാണ്. ഭഗവാന്റെ പേരിൽ സത്യമിട്ടതും ദേവി കണ്ണുയർത്തി അവനെ നോക്കി. കള്ളസത്യമാണോ? നിനക്കെന്താ ശ്രീ, അത്രയ്ക്കും എന്നെ വിശ്വാസമില്ലേ? ഇത്രയും കാലം എന്തിന്റെയും പേരിൽ ഞാൻ നിന്റെ മുന്നിൽ വന്ന് നിന്നിട്ടുണ്ടോ?
അങ്ങനെയുള്ള ഞാനിപ്പോൾ വന്ന് നിന്നോട് ഇഷ്ടം പറയണമെന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം സത്യസന്ധമായിരിക്കുമെന്ന് നിനക്ക് മനസ്സിലാക്കിക്കൂടെ? അതോ എന്റെ സ്നേഹം തെളിയിക്കാൻ വേണ്ടി ഞാൻ ഇനി എന്റെ ജീവന് കളയണമെന്നാണോ നീ പറയുന്നത്? അങ്ങനെ തെളിയിക്കാനാണെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ തെളിയിക്കാം. പറഞ്ഞുകൊണ്ട് അവൻ ദേവിയുടെ കൈയും പിടിച്ച് കാവിന്റെ ഇടത്തെ വാതിലേക്ക് ചെന്നു. പണ്ട് മതിലുണ്ടായിരുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞ് നാശമായി കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെന്തിനാണ് തന്നെ കൊണ്ടുവന്നതെന്ന് ചിന്തിക്കും മുന്നേ തന്നെ തന്റെ കയ്യിലെ പിടിവിടാതെ തന്നെ മതിലിന്റെ മുകളിലേക്ക് കയറിയ ആള്. ആഹാ, ഇതെന്തിനാണെന്ന് ചിന്തിച്ചു തീരും മുന്നേ മതിലിന്റെ പുറത്തേക്ക് വളഞ്ഞു കിടക്കുന്ന ഒതളങ്ങ രണ്ടെണ്ണം കയ്യെത്തി പൊട്ടിച്ചെടുത്തു. അത് കണ്ടതും നെഞ്ചിലൂടെ ഒരു കരിന്തിരി ആളി. കൃഷ്ണ, നിക്ക്, ഇപ്പൊ ഞാൻ നിനക്കെന്റെ സ്നേഹം സത്യമാണെന്ന് കാണിച്ചു തരാം. പറഞ്ഞുകൊണ്ട് അവൻ ഒതളങ്ങി വായിലേക്ക് വെക്കാൻ തുടങ്ങിയതും അവൾ അത് കൈയും കൊണ്ട് തട്ടി എറിഞ്ഞു കളഞ്ഞു. എന്തിനാടി തട്ടിക്കളഞ്ഞത്? നിനക്കിപ്പോ ഞാൻ എന്റെ സ്നേഹം തെളിയിച്ചു തന്നേനെയല്ലോ. എന്തേ, തെളിയിക്കണ്ടേ? കാലി കൊണ്ടവൻ നിന്നു തുള്ളി. വേണ്ട, തെളിയിക്കണ്ട, എനിക്കിപ്പോ അറിയാം. എന്തറിയാമെന്ന്? പറയടി, എന്താ നിനക്കറിയാവുന്നത്? ചുണ്ടിലെ കള്ളച്ചിരിയിൽ അവൻ അവളുടെ മുഖം പയ്യനെ ഉയർത്തി. ഇഷ്ടമാണെന്ന്. ഉറപ്പല്ലേ? ഉം എന്നെ വിശ്വസിക്ക് ശ്രീ. ഞാൻ എന്റെ പഴയ സ്വഭാവങ്ങളെല്ലാം ഉപേക്ഷിച്ചാണ് ഇപ്പൊ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഇന്നു മുതൽ എന്റെ ജീവിതത്തിൽ എന്റെ പെണ്ണായിട്ട് നീ മാത്രമേ കാണൂ. സത്യം. കൃഷ്ണനാണ് സത്യം? ആ, നിന്റെ കുഞ്ഞിഷ്ണനാണ് സത്യം. അപ്പോ ഞാനല്ലാതെ ഇനി ആരും ആദ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ലല്ലോ. ഇത് വാക്കല്ലേ? 1000 വട്ടം വാക്ക്. പറഞ്ഞു തീരുകയും അവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു. അവിടെ നിന്നും തുടങ്ങുകയായിരുന്നു പുതിയൊരു പ്രണയകാലം. ഒരിക്കലും കിട്ടില്ലെന്ന് വിചാരിച്ച പ്രണയം അപ്രതീക്ഷിതമായി കിട്ടിയതിന്റെ സന്തോഷത്തിൽ ദേവി നിലത്തൊന്നുമല്ലായിരുന്നു. ഊണിലും ഉറക്കത്തിലുമെല്ലാം ആദ്യം മാത്രം. ഒളിച്ചും പാത്തും അവനെ കാണാൻ തുടങ്ങിയത് മിക്കപ്പോഴും ആരതിക്ക് മുൻപിലേക്ക് പോകാൻ അവൾ ഭയപ്പെട്ടു. നേർക്കുനേരെ നിന്ന് നോക്കിയാൽ പോലും തന്റെ ഉള്ളിലെ കള്ളത്തരം അവൾ അറിയുമെന്ന് ദേവിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നിവൃത്തിയുണ്ടെങ്കിൽ ആരതിയെ കാണാതിരിക്കാൻ ദേവി ശ്രമിച്ചു. ആദ്യമൊന്നും അത് ആരതി വലുതായിട്ട് എടുത്തില്ലെങ്കിലും പതിയെ പതിയെ ദേവിയിലെ ഒഴിഞ്ഞുമാറ്റം ആരതിയെ ശ്രദ്ധിച്ചു തുടങ്ങി. അവധി ദിവസങ്ങളിൽ ആദി വീട്ടിലുണ്ടാകുമെന്നറിഞ്ഞ് തന്റെ വീട്ടിലേക്ക് അറിയാതെ പോലും വരാതിരുന്നവൾ ഇന്നിപ്പോ പല കാരണങ്ങൾ പറഞ്ഞ് നേരവും കാലം നോക്കാതെ വരാൻ തുടങ്ങിയതും ആരതിക്കുള്ളിലെ അപായമണി ആദ്യമായി ഭീകരമായി കൊട്ടിത്തകർത്തു. അന്നത്തെ ആ സംഭവത്തിന് ശേഷം പ്രത്യേകിച്ച് ആരിൽ നിന്നും അനക്കമൊന്നും ഉണ്ടാകാതിരുന്നുകൊണ്ട് വീട്ടുകാരും അതൊക്കെ വിട്ടമട്ടായിരുന്നു. ആദിയും ദേവിയും ഒരുമിച്ചുണ്ടെങ്കിൽ പോലും ആരും ശ്രദ്ധിക്കാത്തൊരു മട്ട്. അന്നത്തെ ആ സംഭവം ദേവിയുടെ പൊട്ടബുദ്ധിയാണെന്നറിഞ്ഞ് ആദിയുടെ വീട്ടിലുള്ളവർ വിശ്വസിച്ചപ്പോൾ അറിഞ്ഞോ അറിയാതെ പോലും ആദിയെപ്പോലുള്ള ഒരുത്തൻ തന്റെ മകളെ പ്രേമിക്കില്ലെന്ന് ഷാജിയും ഉറക്കെ വിശ്വസിച്ചു. അതിന്റെയായിരുന്നു അവർക്ക് കിട്ടിയ ഈ സ്വാതന്ത്ര്യം അത്രയും. പക്ഷെ അപ്പോഴും എന്തൊക്കെയോ കാര്യങ്ങൾ പിന്നെയും ആരതിയെ അലോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാകും അവൾ ദേവിയെ സംശയത്തിന് നിഴലിൽ നിന്നും മാറ്റിയില്ല. ഓരോ വേനലവധിയും 1000 കളികളിലും ചിരികളിലും നിറഞ്ഞതായിരുന്നു നിന്നതെങ്കിൽ ആദ്യമായി ആ വേനലവധി അവൾക്ക് മടുപ്പും നിരാശയും നൽകി. തനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്നവൾ ഇന്നിപ്പോൾ ക്ഷേത്രം, വായനശാല എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതും ഒറ്റയ്ക്ക് തന്നെ കൂട്ടാതെ. ആദ്യമൊക്കെ കരുതി തനിക്ക് പുസ്തകങ്ങൾ അലർജി ആയതുകൊണ്ടാകും അവൾ തന്നെ ഒപ്പം കൂട്ടാത്തതെന്ന്. പക്ഷെ അവളുടെ ഒപ്പമുള്ള യാത്രകൾ വല്ലാതെ മിസ് ചെയ്യുന്ന സമയത്ത് താനും കൂടി വരാമെന്ന് പറഞ്ഞിട്ട് പോലും അവൾ പല കാരണങ്ങൾ കൊണ്ട് തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചു. അത് ആദ്യമൊന്നും മനസ്സിലായില്ല. പക്ഷെ ഒരു തവണ കൂടെ ചെല്ലാൻ താൻ വല്ലാതെ വാശി പിടിച്ചപ്പോൾ ഒപ്പം ചെല്ലണ്ട എന്ന് അറുത്തു മുറിച്ചു പറഞ്ഞോളെ എത്ര നേരം ആ ചെമ്പരത്തിക്കാടിന്റെ ചുവട്ടിൽ നോക്കി നിന്ന് കരഞ്ഞു എന്നറിഞ്ഞില്ല. സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞൊഴുകുമ്പോഴും അവളുടെ മാറ്റത്തിന്റെ കാരണമറിയാതെ ഉഴറുകയായിരുന്നു മനസ്സ്. കണ്ണൊന്ന് തുടയ്ക്കാൻ പോലും മറന്നുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ചുവന്ന സ്പ്ലെൻഡറും അതിനു മുകളിൽ തന്നെ നോക്കിയിരിക്കുന്ന ആളെ കണ്ടത്. ഇത് എന്താ ദൈവമേ ഞാൻ കാണുന്നത്? ഝാൻസി റാണി കരയുകയോ? ആഹാ, പുതിയ കാഴ്ച കൊള്ളാമല്ലോ. ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഫോട്ടോ എടുത്തു വെക്കാമായിരുന്നു. ഇതൊക്കെ 1000 വർഷം കൂടുമ്പോൾ നടക്കുന്ന അത്ഭുതമല്ലേ? അവൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പറഞ്ഞതൊക്കെ വ്യക്തമായി കേട്ടെങ്കിലും അവനിലേക്ക് ശ്രദ്ധിക്കാതെ പയ്യെ അവൾ തിരിഞ്ഞു നടന്നു. അപ്പോഴും കണ്ണുനീരൊഴുകുന്നതിന് മാറ്റമുണ്ടായില്ല. സാധാരണ നീ മറ്റുള്ളവരെ കരയിക്കുകയാണല്ലോ കാന്താരി പതിവ്. ഇന്നെന്താ മാറ്റിപ്പിടിച്ചത്? കൈയൊക്കെ മുകളിലേക്കാക്കി ഭഗവാനെ കൈകൂപ്പി കാണിച്ച് തന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്നതിനെ അവൾ പൂർണ്ണമായും കണ്ടില്ലെന്ന് അടിച്ച് മുന്നിലേക്ക് നടന്നു. എന്തോ ഒറ്റ പറയാനോ വഴക്കുണ്ടാക്കാനോ ഒന്നും തോന്നിയില്ല. അല്ലെങ്കിൽ ആ സമയം അതിനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. തല കുനിച്ചു നടന്നു. എന്തെങ്കിലും തീപ്പൊരി പോലെ മറുപടി പ്രതീക്ഷിച്ചവൻ അവൾ തന്നെ ഒഴിഞ്ഞു പോകുന്നത് കണ്ടതും അത്ഭുതപ്പെട്ടുപോയി. ആ ഞെട്ടല് മാറാതെ തന്നെ അവൻ വണ്ടി അല്പം കൂടി മുന്നിലേക്കെടുത്ത് അവളുടെ സൈഡിൽ കൊണ്ടുപോയി നിർത്തി. എടി ഝാൻസി റാണി, നിന്നേ. എടി, നിന്നോട് നിൽക്കാനല്ലേ പറഞ്ഞത്? താൻ പറയുന്നത് കേട്ടിട്ടും വണ്ടി ഒഴിഞ്ഞു പോകുന്നവരെ കണ്ടതും ഈ തവണ കാര്യം തമാശയല്ലെന്ന് സുരേഷിനും മനസ്സിലായി. ആരതി, എന്തടി പ്രശ്നം? ഈ തവണ അവളുടെ കൈ പിടിച്ചു നിർത്തി ചോദിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നും അവന് തോന്നിയില്ല. അല്ലെങ്കിൽ പിന്നെയും പെണ്ണു പോയാലോ എന്ന് ശങ്കിച്ചായിരുന്നു ആ പിടുത്തം പോലും. അവൾ ആ കൈ പിന്നിലേക്ക് വലിക്കാൻ ശ്രമിച്ചു. പക്ഷെ നടന്നില്ല.
തന്റെ കൈവെള്ള അവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ ശ്രമിക്കുന്ന പോലും അത്രയും തളർന്നായിരുന്നു. ഒപ്പം നിർത്താതെയുള്ള കണ്ണുനീരും. അവന്റെ ഉള്ളൊന്ന് കലങ്ങി. തന്നെ കണ്ടപ്പോൾ ഒഴിവായി പോകാനുള്ള കള്ളക്കണ്ണീരാണ് അതെന്നാണ് ആദ്യം കരുതിയത്. പക്ഷെ ഇതങ്ങനെയല്ല. നെഞ്ചു പൊടിഞ്ഞു തന്നെയാണ് പെണ്ണ് കരയുന്നത്. ഇത്രയ്ക്കും സങ്കടം വരാൻ പാകത്തിൽ എന്തായിരിക്കും ഭഗവാനെ ഉണ്ടായത്? ആശങ്കകൾക്കും അപ്പുറം അവൻ അവളെ ഓർത്ത് ഭയം തോന്നി. ആരതി, എന്താടി മോളെ, എന്തിനാ നീ കരയുന്നത്? വീട് സുരേഷേട്ടാ, എനിക്ക് കൈ നോവുന്നു. സുരേഷേട്ടാന്നോ? കേട്ടതും കണ്ണു തള്ളിപ്പോയി. നാളുകൾക്ക് മുന്നേ തന്നെ പ്രണയിക്കുന്നു എന്ന് കള്ളം പറഞ്ഞ സമയത്തെപ്പോഴും ആണ് ആദ്യമായി ഇങ്ങനെ കേട്ടത്. അതിനുശേഷം ഇന്ന് ആദ്യമായാണ്. അന്നൊക്കെ അവളുടെ ആ വിളിയിൽ തമാശയും കുറുമ്പും മാത്രമായിരുന്നു. പിന്നെ പിന്നെ മനസ്സിലായി അതിൽ ആത്മാർത്ഥത ലെവലേശം പോലും തൊട്ടു തീണ്ടിയിട്ടില്ലെന്ന്. പക്ഷെ എന്തോ വിട്ടുകളയാൻ തോന്നിയില്ല. ജീവിതത്തിൽ ഒരു കൂട്ടുണ്ടെങ്കിൽ ഇവള് മതിയെന്നുറപ്പിച്ചു. അറിയാം ഇച്ചിരിയില്ലാത്ത കൊച്ചാണെന്നും ഭാവിയിൽ ഇഷ്ടങ്ങൾ മാറുമെന്നും. പക്ഷെ അങ്ങനെയൊന്നും ഒരിക്കലും മാറാതിരിക്കാൻ വേണ്ടി മാത്രമാണ് പിന്നാലെയുള്ള തന്റെ നടത്തം പോലും. അത്രയ്ക്കും ഇഷ്ടമാണിവളെ. ആ ഇവളാണ് ഇന്ന് ഇത്രയും തകർന്ന രീതിയിൽ തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. സാധാരണ അങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊന്നും അവൾ തളരില്ല. അപ്പോൾ അത്രയ്ക്കും വലുതായി എന്തോ ആയിരിക്കും. അതുകൊണ്ടാവും ജീവിതത്തിൽ ഇന്ന് വരെ ഇങ്ങനെ കാണാത്തവൾ ആത്മാർത്ഥമായി സുരേഷേട്ടാ ഇന്ന് വിളിച്ചത്. ഒരു നിമിഷം കണ്ണടച്ച് സ്വന്തം ചിന്തകളെ അടക്കി സുരേഷ് അവളെ തന്നെ നോക്കി നിന്നു. മതി ആരതി കരഞ്ഞത്. ഇനി കാര്യം പറയ്. എന്തിനാ നീ കരയുന്നത്? ദേവി. ദേവിയോ? ഏത് ദേവി? സംശയത്തിൽ അവന്റെ പുരികം കൂട്ടിമുട്ടി. മറുപടി ഒന്നും പറയാതെ അവൾ കുനിഞ്ഞു നിന്നു. സുരേഷ് ദേവി എന്ന പേര് ഓർമ്മയിൽ തേടി. ഓ ദേവി, ഇവളുടെ കൂട്ടുകാരി, ആ ചുരുണ്ട മുടിക്കാരി കൊച്ച്. ആ, ദേവിക്ക് എന്തോ പറ്റി? അവൾ അവൾ എന്നോട് മിണ്ടുന്നില്ല. എന്നെ കണ്ടാൽ ഒഴിഞ്ഞു മാറി നടക്കുക. ഞാൻ ഞാൻ എന്ത് ചെയ്തിട്ടാണ് അവൾ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? മുഖം പൊത്തി കരയുന്നവളെ അത്ഭുതത്തോടെയാണ് സുരേഷ് നോക്കിയത്. പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന് പറഞ്ഞു നടക്കുന്നത്രയും തന്റേടിയാണ് ആരതി. ആ അവളാണ് ഇന്ന് കൂട്ടുകാരി മിണ്ടിയില്ല എന്ന് പറഞ്ഞിങ്ങനെ പൊട്ടിക്കരയുന്നത്. ഇവൾ ഇവൾ ഇത്രയ്ക്കും പാവമായിരുന്നോ? അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എന്റെ കൂട്ടുകാര്, കഥകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.